ലാൽ സലാം ചെഗുവേര. ചെഗുവേരയുടെ ഒരു എനർജി ശരിക്കും നമുക്ക് ഇവിടെ വരുമ്പോ കിട്ടും. ഒരു തെളുപ്പുണ്ട്, പക്ഷെ ചോരനെ കൊണ്ട് കളിക്കാറില്ല. പക്ഷെ അർജന്റീനയില് കമ്മ്യൂണിസ്റ്റ് ഇല്ല ശരിക്കും. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ചെഗുവേര ഒന്ന് കൈ കാണിക്കോ, ഒരു ഹായ് പറയോ. നമ്മള് കേരളത്തിൽ നിന്ന് ഒരു ടീം ട്രാവലിസ്റ്റ് വന്നിട്ടുണ്ട്. പരാജയപ്പെട്ടവന്റെ ഒരു ചിരിമതി ജയിച്ചെന്ന് കരുതുന്നവന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന മലയാളിക്ക് അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ എന്നും മനസ്സിൽ കമ്മ്യൂണിസ്റ്റത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്ന പേരാണ്. എല്ലാ പാർട്ടി മീറ്റിങ്ങിനും എല്ലാ കമ്മ്യൂണിസ്റ്റ് പരിപാടിക്കും നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഒരാളുടെ ഒരു ഫോട്ടോ ആണ് ചെഗുവേര. ചെഗുവേര എന്ന് ചോദിച്ചാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ വെറും ഒരാളല്ല. ചെഗുവേര എന്ന മനുഷ്യന്റെ അകത്ത് ശരിക്കും ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾ പറയണു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഞാനൊരു BJP അല്ല, ഞാനും ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കൂട്ടണ്ട. ഇന്ന് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് റൊസാരിയോയിലാണ്. അർജന്റീനയില് റൊസാരിയോ എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നു. അപ്പൊ ഈ റൊസാരിയോയിലുള്ള ലെജൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെഗുവേര, മെസ്സി, ഡി മരിയ, ഈ ലെവലിലെ കളി. അപ്പൊ നമ്മൾ അടുത്ത് മെസ്സിയുടെ വീഡിയോ ഇടാൻ പോണത്. അപ്പൊ ഇന്ന് നമ്മള് ചെഗുവേരയുടെ വീഡിയോ കാണാനായിട്ട് പോവാം. അല്ലെങ്കിൽ ചെഗുവേര ജനിച്ചു വളർന്ന ഒരു വീട്ടിലേക്കാണ് നമ്മളിന്ന് കാണാൻ പോണത്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഫോട്ടോയില് ചെഗുവേര ഒരു ഫാനായിട്ടുള്ള ഒരാളാണ്. ഞാൻ പാർട്ടിയുടെ ഒരു ഫാനല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയണു, പല ആൾക്കാർ ഇത് പാർട്ടി പരമായിട്ടുള്ളൊരു ഒരു എപ്പിസോഡൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞാനൊരു പാർട്ടിയുടെ ആളല്ല, ഞാനൊരു കോൺഗ്രസ് ആളല്ല, ഞാൻ BJP ആളല്ല, ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഫോട്ടോയിൽ ചെഗുവേര ആ മീശ അല്ലെങ്കിൽ മറ്റേ ചുരുട്ടി വലിച്ചിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കേട്ടി എവിടുത്തെ ആളെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇപ്പോഴാണ് പുള്ളീനെ പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെഗുവേരയുടെ വീഡിയോ കാണിക്കുന്ന എപ്പിസോഡാണ്. അതേപോലെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ ഇസ്മായിലുണ്ട്, അർജന്റീനിയൻ പെസോ സോളോ പസയോ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ വാമോസ് അർജന്റീന. അർജന്റീന വേറൊരു പേര് അർജന്റീന. അപ്പൊ നമ്മള് ആദ്യം തുടങ്ങണത് ചെഗുവേരയുടെ ഒരു സ്റ്റാച്ചുവിന് മുമ്പിൽ തന്നെ ആവണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാച്ചുവിന് മുമ്പിലേക്ക് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നത് റൊസാരിയോയിലത്തെ ചെഗുവേര പാർക്കിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോ വ്ളോഗ് ചെയ്യണത്. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെഗുവേരയുടെ വലിയൊരു സ്റ്റാച്ചു കാണാം കേട്ടോ. ആ വിപ്ലവകാരിയുടെ ഏത് യുവത്വത്തിന്റെയും ചോര തെടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ ചെഗുവേര നമ്മുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോഴില്ലേ നമുക്കൊക്കെ ഒരു അഭിമാനമാണ്. നമ്മളിവിടെ വരെ എത്തി, അർജന്റീനയിലെ റൊസാരിയോ വരെ എത്തി എന്നുള്ള ഒരു പഞ്ചിട്ടാ. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത സാധനപ്പൻ ലാൽ സലാം ചെഗുവേര. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ലാൽ സലാം ചെഗുവേര പിടിക്കാൻ പറ്റോ? നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ടു പരിചയമുള്ള ഒരു മുഖാണ് ചെഗുവേരന്റെ എന്ന് പറയുന്നത്. നമ്മൾക്ക് തീർച്ചയായും ചെഗുവേരന്റെ സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മളെന്തായാലും ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നതും അങ്ങനെ ഒരു സ്റ്റോറി ആയിരിക്കും. ഒരു ചെറിയ സ്റ്റോറി നമുക്കൊക്കെ നിങ്ങൾക്ക് സാൻഡപ്പൻ തൃശ്ശൂരുകാരന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത്. അതിന്റെ ഒപ്പം തന്നെ ചെഗുവേര വിശേഷങ്ങളും. എനിക്ക് വേണം ഈ എപ്പിസോഡ് കമ്മ്യൂണിസ്റ്റ് മൂടാവോ അവസാനം പറഞ്ഞു പിടിച്ച് ഇല്ലല്ലേ, കുഴപ്പമില്ല. നമ്മള് ഒന്നാമത് കമ്മ്യൂണിസ്റ്റുകാരല്ല, നമ്മള് ഈ ചെഗുവേര എന്നുള്ള ഒരു മനുഷ്യനെ സ്നേഹിക്കണം, ഒരു വിപ്ലവകാരിയെ സ്നേഹിക്കണം, ഒരു യാത്രികനെ സ്നേഹിക്കണം, അങ്ങനെ പറയാം യഥാർത്ഥത്തില്. അതെ, ഈ ചെഗുവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബുക്കുകളൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ചെഗുവേര ഒരുപാട് ബുക്കുകൾ ഇതിന്റെ ഒരു വലിയൊരു യാത്രികനാ. സൗത്ത് അമേരിക്ക ബൈക്കിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു യാത്രികനാ. അപ്പൊ ആ യാത്രികന്റെ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ യാത്രയുടെ രീതിയിലാണ് ഇത് പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ
നമുക്കൊരു ചെറിയ ബേസ് പറയാം. ചെഗുവേര അവിടെ ഉണ്ട് കേട്ടോ, ഓരോ ലോക്കല്ലേ. ഇതിന്റെ തുടക്കം പറയാം. ചെഗുവേര ജനിച്ചത് ഇതിപ്പോ ഞാനൊരു കേരളത്തിലെ ഒരാളാണ്. ചെഗുവേരയുടെ ഫോട്ടോ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ നിങ്ങളായാലും കമ്മ്യൂണിസ്റ്റില് പരിപാടിയൊക്കെ നടക്കുമ്പോൾ ചെഗുവേരയുടെ ഫോട്ടോ എവിടെയും അല്ലെങ്കിൽ കൊടിയുമൊക്കെ ചെഗുവേര ഉണ്ടാവും. പക്ഷെ ഈ ഗഡി എവിടുന്ന വന്ന എന്താ സംഭവം നമുക്ക് ആർക്കും അറിയില്ല. പലർക്കും, എല്ലാവർക്കും അല്ലാട്ടോ, കുറച്ചെങ്കിലും കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ചെറിയ രൂപരേഖ പറഞ്ഞുതരാം. ചെഗുവേര എന്ന വിപ്ലവകാരി ജനിച്ചത് 1928 പുള്ളിക്കാരൻ ഈ ജനിച്ചിട്ട് ആകെ 39 വർഷമാണ് ജീവിച്ചിരുന്നിട്ടുള്ളത്. ലോകത്തില് 39 വർഷം കൊണ്ട് ലോകമെമ്പാടുള്ള എല്ലാ വിപ്ലവ സ്നേഹികളുടെ ബ്ലഡില് അലിഞ്ഞു ചേർന്നിട്ടുള്ള മനുഷ്യനാണ് ഈ നിൽക്കണ ചെഗുവേര. അപ്പോൾ ഈ 39 വയസ്സ് കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വിപ്ലവമാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കയിൽ. പുള്ളിക്കാരൻ ജനിച്ചത് അർജന്റീനയില് റൊസാരിയോ എന്ന് പറഞ്ഞ പട്ടണത്തിലാണെങ്കിലും മരിച്ചത് ബൊളീവിയ എന്ന് പറഞ്ഞ രാജ്യത്താണ്. അർജന്റീന മോൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന് ബൊളീവിയയിലാണ് പുള്ളിക്കാരൻ മരിച്ചത്. പുള്ളിക്കാരൻ വർക്ക് ചെയ്ത് വിപ്ലവകാരിയായിട്ട് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്ത് ക്യൂബയിലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള പടയിലാണ് പുള്ളിക്കാരൻ ഫുൾ പവറായിട്ട് നിന്നത്. അവസാന ആൾ മരിക്കുമ്പോൾ ഒരു കാടിനുള്ളിൽ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ശത്രുക്കൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ വെടി വെച്ച് 8 വെടി, എത്ര വെടി കിട്ടിയല്ലോ? 6 വെടി, 3 വെടിയാണ് ചെഗുവേരന്റെ മേലിൽ പതിച്ചത്. കഴുത്തിന്, ഒന്ന് കാലുമ, ഒന്ന് കൈക്ക്, അങ്ങനെ 3 വെടിയാണ് പതിച്ചിട്ടുണ്ടായത്. അതും കാട്ടിന്റെ അകത്തുനിന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയി സെല്ലിനകത്ത് അടച്ചിട്ട് അതിനുശേഷം ആളൊരു ഭയങ്കര ഡയലോഗ് പറയുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാല് ആ ഡയലോഗ് ആയിട്ട് നമ്മൾ കോരി തിരിച്ചു. അതിന്റെ കേരള വിഷയം പറയാം. എന്നെ കൊന്നുകൊണ്ട് ഈ പോരാട്ടം നിൽക്കണില്ല, അല്ലെങ്കിൽ എന്റെ ബ്ലഡ് കണ്ടുകൊണ്ട് ഈ പോരാട്ടം നിൽക്കില്ല. ഇത് അനുഗമിക്കാനും അനുകരിക്കാനും ഒരുപാട് ആൾക്കാർ എന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടാവുള്ളത്. അത് ശരിക്കും വേറൊരു തലത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പൊ നമ്മള് കൂടുതൽ ഹിസ്റ്ററിയും കൂടുതൽ സംഭവത്തിലേക്കൊന്നും പോകണില്ല. ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് ഒരു ലാൽ സലാം കൊടുക്കണോ, ഒരു വ്യക്തിയോടുള്ള റെസ്പെക്ട് കാരണം നമ്മള് ലാൽ സലാം കൊടുക്കണം. ഇവിടെ എല്ലായിടത്തും മതിലും ഇതിലുമൊക്കെ ചെഗുവേരയുടെ പടം വരച്ചിരിക്കട്ടാ. പക്ഷെ അർജന്റീനയില് കമ്മ്യൂണിസം ഇല്ല ശരിക്കും. അതെന്ന് വെച്ചാല് അതായത് ചെഗുവേര എന്ന വ്യക്തി ഇവിടെ ജനിച്ചുകൊണ്ട് മാത്രം കുറച്ച് പിക്ചറും പിന്നെ അതേപോലെ സ്റ്റാച്യൂം കൊടുത്തുന്നല്ലാണ്ട് അർജന്റീന എന്ന കമ്മ്യൂണിസം ഇല്ല. അതായത് റേഷ്യസ് അല്ല, അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയോ കാര്യങ്ങളോ പാർട്ടി നോർമലി ഇവിടെ പാർട്ടി എന്ന് വെച്ചാൽ അതിനെ കുറിച്ചിട്ട് ഫൈറ്റോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തമ്മിത്തല്ലോ അല്ലെങ്കിൽ കൊല്ലലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ ഇല്ല. എല്ലാം വാക്കിലൂടെയും ഡിബേറ്റിലൂടെയും ഇവിടെ ഫൈറ്റ് ഇടാം. ഇവിടെ എല്ലാവരും അങ്ങോട്ട് കിട്ടും, ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഫൈറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എഴുതാൻ അങ്ങോട്ട് കിട്ടും, മുഖത്ത് നോക്കി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഹലോ ഗായ് എന്ന് പറയും. പക്ഷെ നമ്മൾ ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഫൈറ്റിങ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് അതിനെ പറ്റി അറിഞ്ഞൂട്ടാ. അപ്പോൾ ഇവിടെ മതിലുകളിലും എല്ലായിടത്തും ചെഗുവേരയുടെ പടങ്ങളൊക്കെ അവിടെ ഇടയ്ക്ക് വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കണത് നമ്മുടെ നാട്ടില് ചെഗുവേരനെ പറ്റി മരിക്കുമ്പോ ചെഗുവേര ജനിച്ചോടത്തും മരിച്ചോടത്തും വിപ്ലവം സൃഷ്ടിച്ച രാജ്യങ്ങളിലൊന്നും നമ്മുടെ നാട്ടിൽ അത്ര ചോരത്തളപ്പ് കാണാനില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ ഇവിടെ ചോരത്തളപ്പുണ്ട്, പക്ഷെ ചോരനെ കൊണ്ട് കളിക്കാറില്ല. ചോരത്തളപ്പുണ്ട്, ചോര കൊണ്ട് കളിക്കാറില്ല. അതെ, ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലടാ. അപ്പൊ നമ്മള് കൊറേയൊക്കെ ചിന്തകൾ മാറ്റണം. നമ്മുടെ എല്ലാ രാഷ്ട്രീയത്തിന്റെ സംഭവത്തിലായാലും എല്ലാത്തിലും രാഷ്ട്രീയം പോലെ തന്നെ കാണണം. അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് നീങ്ങാതിരിക്കാനാണ് നമ്മള് ഒരു രാഷ്ട്രീയ എതിരെയുള്ള വാദിയോ അങ്ങനെയൊന്നും അല്ലടാ. നമ്മളിത് കാണുമ്പോ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്നതും ഇവിടെ കാണുന്നതും ഭയങ്കര വ്യത്യാസമാണ്. ഇതിങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാൻ തോന്നുന്നില്ലല്ലോ. ഇതേണ്ട ജസ്റ്റ് കള്ളി പോലെ തോന്നും, പക്ഷെ നീ നേരെ ബാക്കിലോട്ടേക്ക് പിടിക്കാൻ പറ്റുമോ? ഒരു പോയിന്റ് എത്തുമ്പോ കറക്റ്റ് സാധനം കിട്ടും നമുക്ക്. ഒരു പോയിന്റ് എത്ര 10 മീറ്റർ അങ്ങനെ കാണിക്കണടാ. അവിടെ എത്തുമ്പോ ചെഗുവേരേട്ടാ റേഡിയോ ലാ ഹമൈഗ. അപ്പൊ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ പാർക്കിന്റെ അപ്പുറത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും. നമ്മുടെ ചെഗുവേരയുടെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് നാള് മുമ്പ് പണിതിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ആഫ്രിക്കൻ യാത്രയ്ക്ക് ശേഷം ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര യൂറോപ്പിലേക്കാണ്. ഫ്രാൻസ്, ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ലിസ്റ്റൻഷൈൻ, ഇറ്റലി എന്ന യൂറോപ്പിലെ 7 മാസ്മരിക രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യാത്ര ആയതുകൊണ്ട് തന്നെ 7 പേരിന് മേലെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ യൂറോപ്യൻ സീരീസിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഞാനൊന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടാ, പുള്ളിയുടെ ലെവല് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ചെഗുവേരയുടെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാണുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ ട്രാക്ക് ഒന്നും കാണാനില്ലടാ. ഇവിടെ ട്രാക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ട്രാക്ക് ഇപ്പില്ല കേട്ടോ. ഇപ്പൊ എന്തിന്റെ ഓഫീസാന്നുണ്ട്. 1918 പണിതിട്ടുള്ള ബിൽഡിംഗ് ആണ്. നമ്മൾ എക്സ്പയർ ആയപ്പോ ഇൻസ്പെക്ഷൻ ഓഫ് സെക്ഷൻ. ഇത് വേറെ എന്താ ഒരു പരിപാടിയിലേക്ക് മാറി. റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. നമ്മളിപ്പോ കാണുന്നത്
ഇങ്ങനെ കാണുമ്പോൾ റെയിൽവേ ട്രാക്ക് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് വർക്കിംഗ് അല്ല. അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ട്രാക്ക് കാണും ആണല്ലോ, ആ ഭാഗത്തുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ നമ്മള് ഇനി കാണാൻ പോണത് ചെഗുവേരയുടെ മ്യൂസിയം കഴിഞ്ഞിട്ടാണ് നമ്മള് ചെഗുവേര ജനിച്ച വീട് കാണാൻ പോണത്, റൊസാരിയോ പട്ടണത്തിലിട്ടാ. വലിയൊരു പാർക്കാണ്. പാർക്കിന്റെ ഇവിടെ അന്തം വിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ ട്രാക്ക്. ആ അതെ, റെയിൽവേ ട്രാക്ക് കേട്ടോ. ഉണ്ടാ ഈ ട്രാക്ക് ഉണ്ടാ, ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ പ്രവർത്തനം ഇപ്പൊ എന്തിന്റെ വേറെന്തോ ഓഫീസായിട്ട് വർക്ക് ചെയ്യാനാട്ടാ ഈ ഒരു ബിൽഡിങ്. ട്രാക്കൊക്കെ ഡെഡ് മരിച്ചു പോയിട്ടാ, ചെഗുവേര പോയ പോലെ പോയിട്ടാ. അപ്പൊ നമ്മള് സ്ട്രീറ്റിലൊക്കെ നടക്കുമ്പോ ഇവിടെ മതിലുമൊക്കെ ഉണ്ടാ ലൈനിലുണ്ട് കേട്ടാ, വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇവിടേക്ക് ആയിട്ട് അരിവാള്. എന്തായാലും അരിവാലും ചുറ്റിക്കാട്ടാ, അരിവാള് മാത്രമല്ല അരിവാളും ചുറ്റിക്കും. വേണ്ട വിപ്ലവകാരികളൊക്കെ കൊടി പിടിച്ചിക്കണ പിടിക്കാൻ പറ്റുമോ? ചെഗുവേരയുടെ ഒരു എനർജി ശരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടും കേട്ടോ. നമ്മള് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ചെഗുവേര ഈ നാട്ടിലേക്ക് വരുമ്പോഴാണ് അതിന്റെ എനർജി കറക്റ്റായിട്ട് കിട്ടുക. ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ എനർജി ഒരു പകുതി പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഔട്ടായിരിക്കും കേട്ടോ. അതാ ചെഗുവേര മതിലിന്റെ സൈഡിലൊക്കെ അതാ മറ്റേ ഫുഡിന്റെ ട്രക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ നീങ്ങി നിൽക്കുമ്പോഴാണ് ഇവിടെ ചെഗുവേര വേറൊരു ഫോട്ടോ കേട്ടോ. ഈ ഫോട്ടോ ഭയങ്കര ഫേമസാ അല്ലേ? ഫോട്ടോ ചെഗുവേര ആക്കിയിട്ടാ പറയാൻ വേണ്ടി പോണൊക്കെ തന്നെ സിമ്പിൾ പരിപാടി. ചെഗുവേര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അതെ, ഡോക്ടറാണ്. 25ാമത്തെ വയസ്സിൽ പുള്ളിക്കാരൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടാ. പിന്നെ ആൾക്ക് 2 ഭാര്യമാരുണ്ട്. 1959 വരെ ഒരു ഭാര്യ, 1945 മുതലോ 59 വരെ ഭാര്യ, അതുപോലെ 59 ശേഷം വേറൊരു ഭാര്യ. 2 ഭാര്യമാർക്ക് 5 മക്കള് ഉണ്ടായിരുന്നു. 2 പേർക്ക് ഭാര്യമാർ കൂടി. ഡോക്ടർ ആവാൻ വേണ്ടിക്ക് വലിയൊരു കാരണമുണ്ട്. നമ്മള് സാധാരണ പൈസ അല്ലെങ്കിൽ കൂടുതൽ പൈസ ആയിരിക്കും നമ്മളെ ജീവിതം മുന്നോട്ടേക്ക് വിചാരിച്ചിട്ടായിരിക്കും ഡോക്ടറേറ്റ് പഠിക്കാൻ പോയിണ്ടാവും. പക്ഷേ ചെഗുവേര എന്ന വ്യക്തി മനുഷ്യത്വത്തെ ആലോചിച്ചു മാത്രം, അതായത് പെട്ടവരും പിന്നെ അതേപോലെ തന്നെ പണക്കാരുമായിട്ടുള്ള അന്തരം കണ്ടിട്ടാണ് ശരിക്ക് ചെഗുവേര ഡോക്ടറായിട്ട് മാറാൻ വേണ്ടി തീരുമാനിച്ചു. ശരിക്കും പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിട്ട് ആള് മരിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫിഡൽ കാസ്ട്രോ എന്ന പോലെ ചെഗുവേരയ്ക്ക് ക്യൂബയിൽ നിൽക്കാവുന്ന ഒരു പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് നിൽക്കാവുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ചെഗുവേര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ബൊളീവിയയിലേക്ക് പോയി അവിടെ നിന്നിട്ട് വെടികൊണ്ട് മരിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ ചെഗുവേരയെ പറ്റി കൂടുതൽ അറിയാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് അവസരം ലഭിച്ചു കേട്ടോ. അപ്പൊ നേരെ നമുക്കിനി നമ്മുടെ മ്യൂസിയത്തിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ചെഗുവേര ജനിച്ച വീട്ടിലേക്ക് കേട്ടോ. നമ്മുടെ ക്ലിയോഡ് ഉണ്ട് കേട്ടോ. പോലെ നമുക്ക് നമ്മള് റൊസാരിയൻ തെരുവിന്റെ ഉള്ളിൽ കൂടെ ചെഗുവേരയുടെ മ്യൂസിയം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കണ ഒരു വേറൊരു ഫീലിംഗ് കേട്ടോ. 2 സൈഡും മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള റൊസാരിയൻ തെരുവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ബിൽഡിങ്ങുകള് 1970 അല്ലെങ്കിൽ 1950 കാലഘട്ടങ്ങളിലൊക്കെ 50 വർഷം 60 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങൾ നമ്മൾ കൂടുതൽ കാണാം കേട്ടോ. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ പോകുമ്പോ നോക്കിയാ അതല്ലെങ്കിൽ കേട്ടോ ഓരോ സ്ട്രീറ്റുകൾ കാണാം. നമുക്കൊരു 100 മീറ്റർ 200 മീറ്റർ കഴിയുമ്പോൾ ഇതേപോലത്തെ ഓരോ സ്ട്രീറ്റുകൾ കാണാം. ഭയങ്കര പ്ലാൻഡ് ആയിട്ടാണ് ശരിക്കും റൊസാരിയോ പട്ടണം അല്ലെങ്കിൽ ബ്യൂണസ് ആരീസ് പട്ടണം അല്ലെങ്കിൽ നമ്മൾ സൗത്ത് അമേരിക്കയിലത്തെ ഒരു പട്ടണങ്ങളൊക്കെ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ട് പണിതിരിക്കുന്നത്. അടുത്ത ബ്ലോക്ക് വന്നു. അപ്പൊ ഇവിടുന്ന് 4ാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എളുപ്പമാണ്. അത് ഇവിടുന്ന് ഒരു ബ്ലോക്ക് കഴിഞ്ഞു, അങ്ങനെ അടുത്ത ബ്ലോക്ക് വരുന്നു. അങ്ങനെ ഓരോ ബ്ലോക്ക് ആയിട്ടാണ് ഇവിടുത്തെ വഴികള് റെഡി ആക്കി കേട്ടോ. ലോകം നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ശരിക്കും ബോംബട്ടെ ചില നേരത്ത് ചെറിയൊരു വീടൊത്തില്ലട്ടാ. ഓരോ ഫാക്ടറികളൊക്കെ നമ്മൾ സൈഡിൽ കൂടെ കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയ കള്ളന്മാര് സ്പെഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്ലാസ് ഒക്കെ ഫുള്ള് കേറ്റിൽ ഓടിക്കണം. ഇപ്പൊ എന്തായാലും ചെഗുവേരയുടെ വീട്ടിലേക്ക് പോകുമ്പോ തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ, ആ തടസ്സങ്ങൾ മാറ്റി മറിച്ചിട്ട് നമുക്ക് പോണെങ്കിൽ അല്ലടാ. തീർച്ചയായും പോണല്ലേ നീ ഫുൾ പവർ ആണ്. ചെഗുവേരയുടെ മ്യൂസിയം കാണുമ്പോ ഒരു കളർഫുൾ ആയിട്ട് കാണാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കട്ടാ. നമ്മുടെ വണ്ടിയിൽ അവിടെ പാർക്ക് ചെയ്തു. മ്യൂസിയവും വീടൊക്കെ അടുത്തടുത്ത് തന്നെ. എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ട്? വീട്ടിലേക്ക് 1 കിലോമീറ്റർ ഉള്ളൂ. 1 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് നടന്നു പോവാം. നമുക്ക് നേരെ മ്യൂസിയം പിടിക്കണം. റൊസാരിയോ ടൗണിന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തി. വലിയ വലിയ ബിൽഡിങ്ങൾ, വലിയ വലിയ കാറുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കട്ടാ. മരത്തിന് പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ, അടിപൊളി മുള്ളാട്ടാ. നോക്കിയാ തടിച്ചിട്ട് കിടില മരം. മ്യൂസിയം നിൽക്കണത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണട്ടാ. ഇപ്പൊ എല്ലാ കോർണറിലും ഇങ്ങനെ ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വെള്ളം വീണത് നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ഇറ്റലിയിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. അപ്പൊ നമ്മളിത് എത്താറായിട്ടാ. എല്ലായിടത്തും പടങ്ങൾ വരച്ചിരിക്കാട്ടാ. ഒരു രക്ഷയില്ല. സ്ട്രീറ്റ് നമ്മൾ അത്ഭുതപ്പെടുത്തണേട്ടാ. മരങ്ങൾ നിന്നിട്ട് അടിഭാഗത്തേക്ക് ഒന്നും കാണാനില്ലാണ്ടാ. മരങ്ങൾ ഫുള്ളായിട്ട് അടിഭാഗത്തേക്ക് ഒന്നും കാണാനില്ലാട്ടാ. വരി ആയിട്ട് ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. അപ്പൊ എവിടെയാണ് അതാണോ ആ ബിൽഡിംഗ് ഇവിടെ ഓപ്പൺ ഒപ്പേരൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഓപ്പൺ നാടകങ്ങളും പരിപാടികളൊക്കെ ഇവിടെ സ്ട്രീറ്റിൽ വീക്കെൻഡ് ആകുമ്പോൾ നടക്കൂട്ടാ. അപ്പൊ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും വീക്കെൻഡ് ആകുമ്പോൾ.
അപ്പുറത്തൊക്കെ ഫുള്ള് വരകളാട്ടോ, വരച്ച് വരച്ച് വയ്യണ്ട കണ്ടിട്ട്. നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട് മൊത്തത്തില്. ഇപ്പൊ നമ്മുടെ മ്യൂസിയം എത്താറായി. ഈ ബിൽഡിങ്ങിന്റെ അവസാനത്തെ പോയിന്റിലാണ് മ്യൂസിയം കേട്ടോ, ചെഗുവേര മ്യൂസിയം. മരമാണ് വെച്ചിരിക്കുന്നത്, അടിയിൽ മറ്റേ കട്ട ഇരിക്കുന്ന വരെ മരമാണ് വിരിച്ചിരിക്കണത്. അതൊക്കെ തങ്ങള് പഴക്കണ്ട കേട്ടോ, അത് വേറെ കാര്യം. മരമാണ് വിരിച്ചിരിക്കുന്നത്. ബിൽഡിങ് ഫുള്ള് വരകള്. വരകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ തോട്ടുകള്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കട്ടോ. കുറെ ഐഡിയകളും കുറെ തീമുകളൊക്കെ ഉണ്ട് അവിടെ ഓരോ വരയ്ക്ക്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് വലിയ വിവരമില്ലാത്ത കാരണം നമ്മൾ കണ്ട് ആസ്വദിക്കാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അടിയിൽ കമന്റ് ചെയ്യാട്ടാ. നമുക്കൊരു കുട്ടിരിക്കണൊക്കെ സ്നേഹം കിട്ടാണ്ടിരിക്കണ പോലെ അല്ല, ലവിന്റെ ഒരു സാധനം, ഒരു ബലൂൺ കയ്യിലുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ തീം കൊടുത്തിരിക്കുക. ഇവിടെ ഒരു ദൈവം മരത്തിനെ സ്മെല് ചെയ്യണ പോലത്തെ ഒരു സെറ്റപ്പ് ഇട്ടാ. എന്നൊക്കെ തോന്നണേ ആപ്പിൾ മരം പോലെ അപ്പൊ അത്. ഇവിടെ നോക്കിയൊരു ക്രാവ്, ഇവിടെ ക്രാവ്, ഒരു പാവപ്പെട്ട ക്രാവ് കൊടുക്കുമ്പോൾ അടിയിലൊരു പാവപ്പെട്ട മനുഷ്യൻ കൊടുക്കണം. തീമുകൾ മനുഷ്യൻ എഴുതി വെച്ചെടുത്ത അടിയിൽ അതിൻ്റെ റിയാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചെഗുവേര മ്യൂസിയത്തിലേക്ക് എത്തണു. ഇതാണ് ചെഗുവേര മ്യൂസിയം കേട്ടോ, സെൽച്ചെ റൊസാരിയോ കേട്ടോ. മ്യൂസിയത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യട്ടോ. ഹലോ. റിഫ്ലക്സ് ഇൻസുലേഷൻ ചെയ്യുന്നുണ്ടോ മുകളിൽ ചൂട് കുറയ്ക്കാനായിട്ട്? ശരിക്കും ചെഗുവേരന്റെ മ്യൂസിയം മാത്രമല്ല, ഇത് വേറെ എന്തെല്ലോ ആക്ടിവിറ്റീസ് നടക്കുന്ന മ്യൂസിയം ആണ് ഇവിടെ. ഇവിടെ റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, അതുപോലെ ആർട്ട് പരമായിട്ട് ആർട്ട് തന്നെ കേട്ടോ. ചിന്തിക്കാൻ പറ്റാത്ത ആർട്ട് വർക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് അടിയിലിറങ്ങാല്ലേ? നിന്റെ ബെന്നിനും ആർട്ട് ഉണ്ടല്ലോ എന്ന് പറയാം. ആർട്ടിസ്റ്റ് അല്ലടാ. ഏയ് ചെക്കൻ, നമുക്ക് നേരെ അടിയിലിറങ്ങാം കേട്ടോ. നമ്മള് സാധാരണ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഗെയിം കളിക്കണം, നമ്മളെ കള്ളന്മാര് സ്പോട്ട് ചെയ്തിരിക്കാനായിട്ട്. പക്ഷെ എന്റെ മുഖം കണ്ട റിച്ചാന്ന് പറയണ ഇസ്മായില് അല്ല ഇസ്മായില്. നമ്മളിത് മ്യൂസിയം കാണാൻ പോകട്ടോ, സെൽച്ചെ റൊസാരിയോ. ഇത് സ്പാനിഷിലായ കാരണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അറിയുന്ന ആൾക്കാർ ഇതിനെ ഇംഗ്ലീഷ് വിളിക്കരിച്ച് കമന്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി കേട്ടോ, അടിപൊളി. അപ്പൊ നമ്മളിത് എൻ്റർ ചെയ്യുന്നു. നമ്മൾ കയറുമ്പോൾ തന്നെ അത് വേൾഡ് പ്രസിദ്ധമായിട്ടുള്ള പട്ടങ്ങൾ കാണാട്ടോ ചെഗുവേരയുടെ. നമ്മളെല്ലാ പാർട്ടി സമ്മേളനത്തിന് നാട്ടിലൊക്കെ കാണുന്ന ഒരു ഫോട്ടോ നമ്മുടെ മുമ്പിൽ കാണണം കേട്ടോ. 39 വയസ്സില് വിപ്ലവം സൃഷ്ടിച്ച് മരിച്ച ചെഗുവേര. അപ്പൊ നമുക്ക് പുള്ളിക്കാരൻ്റെ ഐഡന്റിറ്റി കാർഡ് കണ്ട, ചെഗുവേരയുടെ ഐഡന്റിറ്റി കാർഡ് നമ്മൾ കാണണം കേട്ടോ. ചെഗുവേര ഉണ്ടെങ്കിൽ ആ കൈ കൊണ്ട് നമുക്ക് മേടിക്കായിരുന്നു, ഐഡന്റി കാർഡ് കാണിച്ചു തരാൻ ചോദിക്കായിരുന്നു. ആളിത് ഇവിടെ എന്തോ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ചെഗുവേരയുടെ കിട്ടലിനൊരു പടം, എല്ലാവരും ഓർമ്മയിലുള്ള പടം നമ്മുടെ മുമ്പിൽ. ഇവിടെ ഓരോ ചരിത്രങ്ങൾ, ആളുടെ വർക്കിൻ്റെ ഫിഡൽ കാസ്ട്രോയുടെ ഇവിടെ വർക്ക് ചെയ്യണ അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന സമയത്തുള്ള ഫോട്ടോസ്, ആളുടെ പ്രസംഗങ്ങൾ, കോസ്റ്റാറിക്കയിലുള്ള പരിപാടി. ഇങ്ങനത്തെ റൂമിൽ ഇട്ടിട്ടുണ്ട് ബൊളീവിയയിലത്തെ ഭരണാധികാര നേതൃത്വത്തിൽ കൊല്ലുന്നത്. ചെഗുവേര ഫിഡൽ കാസ്ട്രോ സ്വകാര്യം പറഞ്ഞിട്ടുണ്ടോ, നീ ഇന്ന് ഈ സൈഡിൽ പിടിച്ചോ, ഞാൻ നാളെ മറ്റേ സൈഡിൽ പിടിക്കാന്നൊക്കെ പറഞ്ഞ് പിടിക്കാം കേട്ടോ. പ്രവർത്തനങ്ങൾ കാടിൻ്റെ ഉള്ളൊക്കെ പ്രവർത്തിക്കുന്നു. കാണുമ്പോൾ ഒരു 19 വയസ്സ് പ്രായമുണ്ട്, പക്ഷെ 39 അല്ല പുള്ളിക്കാരൻ ജീവിച്ചിരുന്നുള്ളൂട്ടാ. അല്ലേ, അവനെ കാണുമ്പോൾ പ്രായമുള്ള പോലെ തോന്നാം, താടികാരനായിരിക്കും കേട്ടോ. പഴയ പടങ്ങൾ ചുരുട്ടാണ് ശരിക്കും നമ്മുടെ യുവത്വത്തിന്റെ ഉള്ളിലൊക്കെ ഈ ചുരുട്ടും കൂടിയും അവരുടെ ഇഷ്ടം കൂടാനായിട്ടുള്ള കാരണം കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ചുരുട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോന്റെ ആ ഒരു ഇടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല്. സ്ക്രീനുണ്ട്, സ്ക്രീനിന്റെ കൂടെ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഓഡിയോ ഇതായിട്ട് കേൾക്കാം. ഇവിടുത്തെ ആള് വണ്ടി ഓടിച്ച് വരുന്നത്, ബൈക്ക് ഓടിക്കണത്, ആളുടെ മോട്ടോർ സൈക്കിൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കാട്ടാ. എല്ലാ യാത്രികരും ഏതൊരു വായനക്കാരനും ഇഷ്ടപ്പെടുന്ന ബുക്കാണ്. ആളുടെ നോക്കി ആളുടെ മക്കളുടെ അതാണ്ട ആളുടെ മക്കള് ജസ്റ്റ് 1960 കുറെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അവിടെ അവർക്ക്. എന്തായാലും 5 മക്കളാണ് ചെഗുവേരയ്ക്കുള്ളത് കേട്ടോ. കുറെ വീടുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് വീടാന്നറിയില്ല. ഇവിടെ ഒരു വീട് കാണിക്കുന്നുണ്ട്, ഇവിടെ ഒരു വീട് കാണിക്കുന്നുണ്ട്, അങ്ങനെ പോണു കേട്ടോ. വേറെ ചരിത്രമുള്ളത് വീഡിയോ കാണാം നമുക്ക്. ആളുടെ ചരിത്രത്തില് ഒരു വെളിച്ചം, ഒരു ഇരുട്ടുള്ള മുറിയിൽ നിന്ന് ഒരു വെളിച്ചം കിട്ടുന്ന സെറ്റപ്പ് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പടങ്ങൾ കൂടുതൽ മ്യൂസിയത്തിൽ നമുക്ക് പടങ്ങളെ കാണാടാ. ചെഗുവേരയുടെ പടങ്ങള്, ആള് വായിച്ചിരുന്ന ബുക്ക്, ആള് എഴുതിയിട്ടുള്ള ബുക്കാണോടാ. ആള് എഴുതിയിട്ടുള്ള റൈറ്റിംഗ് ഉണ്ട്. ആള് റൈറ്റിംഗ് നമ്മൾ കാണാടാ. ആളുടെ റൈറ്റിംഗ് ആൾക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകളായിരിക്കും ചിലപ്പോ. ആളുടെ ചുണ്ടിൽ എപ്പോഴും ഒരു സിഗരറ്റ് ഉണ്ടാവട്ടോ, ക്യൂബൻ സിഗാർ. ക്യൂബയിലെ ഒരു സിഗാർ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. ഞാൻ വലിക്കില്ലെങ്കിലും ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു ആവേശമല്ലേ, പക്ഷെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലടാ. മദ്യപാനവും
മയക്കുമരുന്നും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. പിന്നെ ഒരു എടുത്തു പറയുന്ന സംഭവമാണ്, ഇത് പുള്ളിക്കാരൻ സഞ്ചരിച്ച വഴികളാണ്. 1950 ആള് യാത്ര പോകണം. തൻ്റെ 22ാമത്തെ വയസ്സിലാണ് യാത്ര തുടങ്ങുന്നത്. ആദ്യം അർജന്റീനയുടെ ഭാഗത്തൊക്കെ അവിടെ ഇവിടേക്ക് ആള് കറങ്ങി, റൊസാരിയോ ബ്യൂണസ് ആരീസ് ഒക്കെ ആയിട്ട് കറങ്ങി. അത് കഴിഞ്ഞ് 51-52 ആള് ബൈക്കും കൊണ്ടുള്ള യാത്ര തുടങ്ങി. റൊസാരിയോ ചിലിയിലേക്ക് കടന്നു. ചിലി വഴിക്ക് ബൊളീവിയ കയറിയില്ലട്ടാ, പെറുവിൽ കയറി കൊളംബിയ കയറി വെനസ്വല പോയി. പിന്നെ മുകളിലേക്കും പോയിട്ടുണ്ട്. മുകളിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബയിലേക്ക് ആയിരിക്കും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് മാർഗം തിരിച്ച് ബ്യൂണസ് ആരീസിലേക്ക് വന്നു. അത് കഴിഞ്ഞ് 53-56 കാലഘട്ടങ്ങളിൽ പിന്നെയും ആള് യാത്ര ചെയ്ത് ലിമ വഴിക്ക് മാച്ചുപിച്ചൊക്കെ ഉണ്ട്, ഇക്വഡോർ വഴിക്ക് കപ്പൽ മാർഗം സഞ്ചരിച്ച് പനാമയിൽ കയറി എൽ സാൽവദോർ ഗട്ടിമാലയൊക്കെ വഴിക്ക് മുകളിൽ കയറി മെക്സിക്കോ വരെ പോകണം കേട്ടോ. അപ്പോൾ ആളുടെ ജീവിതത്തിലെ യാത്രകളും കൂടിയും ഈ ആളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. യാത്രകളിലൂടെയാണ് ആൾ ശരിക്കും വിപ്ലവം സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ യാത്ര ചെയ്ത് വിപ്ലവം സൃഷ്ടിക്കണം എന്ന് പറയണ എന്താ, നിങ്ങളും ഈ വിപ്ലവങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോകറിവ് വേണം. ഈ ലോകറിവ് കിട്ടിയാൽ നമുക്ക് പറയണതിൽ കുറേ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാത്രം പറഞ്ഞതല്ല, യാത്രകൾ നടത്തിയിട്ട് സമരം ചെയ്യുമ്പോൾ അതിനൊരു പഞ്ചുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങണു. ഇനി നേരെ ചെഗുവേരയുടെ വീട്ടിലേക്ക് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിയിട്ടോ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നു ചെഗുവേര ഫാൻസിന് വേണ്ടി നമ്മളിത് ചെഗുവേരയുടെ മ്യൂസിയത്തിൽ കൊടുത്തുട്ടാ. അല്ല എഴുതിയത് ട്രാവലിസ്റ്റ് ചേട്ടാ, നിങ്ങളൊന്നും വിചാരിക്കോ ചെക്കൻ എഴുതി കൊടുത്തത്. ചാനലിന്റെ നെയിം ചോദിച്ചുകൊണ്ട് ഞാൻ എഴുതി കൊടുത്താ. അടിപൊളി. അതിനൊക്കെ നമ്മളൊരു മലയാളം എഴുതി കൊടുക്കുമ്പോൾ അത് അവിടെ കിടക്കും ഓർമ്മയ്ക്കായിട്ട്. താങ്ക് യു. ഇനി വീട് കാണാൻ പോകട്ടോ. മെയിൻ റൊസാരിയോ സിറ്റിയുടെ അകത്ത് തന്നെയല്ല വീട്. നമുക്ക് പറയാം എത്തിയാസൊക്കെ പോണൊക്കെ അർജന്റീനയുടെ എത്തിയാസ് പോണ എത്തിയാസ് ടൊയോട്ട എതിരായിട്ട് വേണമെങ്കിൽ പോവാം. അത് വേറെ വരും. നമ്മൾ ഇതിനൊക്കെ ടാറ്റ 407 കണ്ടിട്ടൂടാ. ടാറ്റയുടെ 407 നമ്മളൊരു ട്രക്ക് കണ്ടുകൂടാ. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണു. റെനോൾട്ടിൻ്റെ ഒക്കെ വണ്ടികൾ ഇഷ്ടംപോലെ ചെയ്ത് പോയാനിട്ടാ. എത്തിയാസില്ലാത്ത അർജന്റീന ഇല്ല കേട്ടാ. പഴയ ബിൽഡിങ്ങിലാണ് റൈറ്റ് സൈഡിൽ. പിന്നെ പരസ്യങ്ങളിൽ മറ്റേ കടലാസ് കൊണ്ട് ഒരു സ്പേസ് കൊടുത്തിരിക്കട്ടെ പരസ്യം പതിക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അവിടെ എവിടെയും പോസ്റ്റിങ്ങൊന്നും പരസ്യമില്ല. ഇതിന് സ്പേസ് കൊടുത്തിട്ട് ആ സ്പേസിൽ കടലാസ് കൊണ്ട് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രകൃതി പ്രശ്നങ്ങളും വേറെ വരില്ല കേട്ടോ. ഈ ഫ്ലക്സും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് മാറ്റി ഇങ്ങനത്തെ തീമുകൾ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് തന്നെ ബോർഡുകൾ വെച്ചിട്ട് ഇങ്ങനെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ ഫ്ലക്സിൻ്റെ ഉപയോഗം കുറയും കേട്ടോ. നമ്മൾ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ ഓരോ കമ്പനിക്കാരുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റൊസാരിയൻ തെരുവുകളിൽ ചെഗുവേരയുടെ വീട് തേടിയിട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ബിൽഡിങ്ങുകളൊക്കെ പഴയ ബിൽഡിങ് കേട്ടോ, കളർഫുൾ ബിൽഡിങ്ങും എല്ലാവരും കളർഫുൾ കേട്ടോ, അതാണ് കാര്യം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ചെഗുവേര 600 മീറ്റർ കൊണ്ടിട്ടാ ചെഗുവേരയുടെ വീട്ടിലേക്ക്. ആ ഉണ്ടൊന്ന് അടുപ്പിലാണല്ലോ അല്ലേ വീട്. ക്ലബ് നൈറ്റ് ക്ലബ് അല്ലേ, മെർക്കുറി ക്ലബ്ബ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പേടിച്ച് തിന്നണ്ട. രാവിലെ ഇറങ്ങുകയാണേ. ഒരു അർജന്റീനിയൻ സ്നാക്സ് വെച്ചാലോ, സ്നാക്സ് വെച്ചിട്ട് നമുക്ക് പിടിക്കാം. ഒരു സാധാരണ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഇടാ. സോഫ്റ്റ് ഡ്രിങ്ക് എടുക്കാം, ലേസ് ഗീസ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലൈറ്റ് വെച്ചിട്ട് കാണിക്കാട്ടോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനായിട്ട്. നമ്മളെ സംബന്ധിച്ചാൽ യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അത്രയുണ്ട്, 6 ലക്ഷം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരെടുത്തൊരു 20,000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇവർ അതിന് ഹാപ്പി ആയിട്ടാണ്. അവിടുത്തെ ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര മതിപ്പാണ്. റിയൽ അർജന്റീനിയൻ ഒത്തൻറ്റിക് ഫുഡ് കഴിക്കാൻ പോട്ടോ. കഴിക്കല്ലേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം. ഗ്രാസിയാസ്, താങ്ക് യു. മാത്രം ചേട്ടാ അറിയുള്ളൂ കേട്ടോ, ഗ്രാസിയാസ് മാത്രം നമുക്ക് അറിയുള്ളൂ. നമ്മളെ എൻ്റെ ജ്യൂസും എവിടെ ഇരുന്ന് കഴിച്ചാലോ, എന്നിട്ട് ചെക്കറിനെ കാണാൻ പോവാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെക്കറിനെ കാണാൻ ഉണ്ടാവില്ല കേട്ടോ. വയ്യാണ്ടായി ഭയങ്കര ക്ഷീണട്ടോ നടന്നിട്ടേ. കാലാവസ്ഥ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എവിടെ കഴിക്കുക. ഞങ്ങളങ്ങനെ ഫുഡ് കൊണ്ട് നടക്കാം. എവിടെ ഇരുന്ന് കഴിക്കാനായിട്ടൊരു സ്പേസ് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് റൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ ചെക്കുവര മാപ്പ് കാണിക്കണത്. എന്നിട്ട് ചേരാമത്ത താങ്ക് യു. ഗ്രാസിയാസ് വിട്ടൊരു കളിയില്ല കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കേട്ടോ. കാണുമ്പോൾ തന്നെ വയറ് നിറയെന്ന് പറയില്ല, അതുപോലെ കേട്ടോ. ഫ്രൂട്ട്സ് കടകളും ചെറിയ ചെറിയ മാർക്കറ്റൊക്കെ താണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണു. വെളുത്തുള്ളി ചുറ്റി നോക്കിയാൽ വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാട്ടോ. അല്ല അതൊന്ന് കടുപ്പിച്ച് നോക്കിയിട്ടോ, അത് വേറെ കാര്യം. കൊല പറഞ്ഞപ്പോൾ ചിരിച്ചു. പടങ്ങൾ വിട്ടിട്ട്
അർജന്റീനയിലും ബ്രസീലിലും പിന്നെ സൗത്ത് അമേരിക്കയിലും പടം വിട്ടിട്ട് കളിയില്ലേട്ടാ. അങ്ങനെ നമ്മളത് സ്ഥലം കണ്ടുപിടിച്ചിട്ടാ. റൊസാരിയൻ തെരുവോരങ്ങൾ തന്നെ ഇരുന്ന് കഴിക്കാതെ വിചാരിച്ചിട്ടാ. അമ്മേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുറന്നാലോ? അത് നമുക്ക് കുറച്ച് നേരം കഴിക്കാമല്ലോ. പച്ചക്കറി കഴിക്കാം. ഇത് മറ്റേ ബണ്ണിന്റെ ഉള്ളിൽ ചീരയൊക്കെ ഇട്ടുള്ളൊരു പച്ചക്കറിയാടാ. നമ്മള് മീറ്റ് എപ്പോഴും കഴിക്കണ്ടെന്ന് വെച്ചിട്ട് താർത്ത ബ്രസീലിൽ നമ്മള് തോർത്ത കഴിച്ചൂടാ. അപ്പൊ നമ്മള് താർത്ത വിത്ത് പച്ചക്കറിടാ. കളിക്കട്ടോ. ചെകുവര നടന്നു പോയ വഴിയിലൂടെ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ നമുക്ക് പറയാലോ. സാരിയര് ഞാൻ എനർജി ഡ്രിങ്ക് പറഞ്ഞ മേടിച്ചിട്ടുണ്ട്. പിന്നെ എംപനാദ, ചിക്കൻ എംപനാദ. നമ്മൾ എംപനാദയിൽ നമ്മൾ വേറെ സാധനം മേടിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ പോർക്കുണ്ട്, അവന് പോർക്ക് കഴിക്കാൻ പറ്റാത്ത കാരണം അവൻ എംപനാദയും ഞാൻ പോർക്കിൻ്റെ സാധനം വേറെ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത് പോർക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു എംപനാദ കേട്ടോ. നമ്മുടെ നാട്ടിൽ പപ്സ് കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റോ? പപ്സിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എഗ്ഗും പിന്നെ അതുപോലെ തന്നെ മീറ്റിലും വരുമ്പോൾ കറക്റ്റ് പപ്സ്. ഭാഗ്യവാൻ. അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ കാഴ്ച നമ്മൾ കാണിച്ചു തരാം. നോക്കിയിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. നോക്കിയാ ചെകുവരയുടെ ഒരു ഫോട്ടോ വരച്ച് തരണോ? രോമാഞ്ചേട്ടാ. എന്തുട്ടാ വേൾഡ് ഒരു പാർക്കാട്ടാ. ആണോ ചെറിയൊരു പാർക്ക്. ഫാമിലിയൊക്കെ വന്നത് പിള്ളേരൊക്കെ കളിച്ചിരിക്കുന്നുണ്ടാ. എല്ലാവരുടെ കയ്യില് കുട്ടിയില്ലാട്ടാ, എല്ലാവരുടെ കയ്യില് പട്ടിക്കുട്ടി ഉണ്ട്. എല്ലാവരുടെ കയ്യിലും ചേച്ചിമാരുടെ കയ്യിലൊക്കെ പട്ടിയിട്ടാ. ഓരോരുത്തരുടെ കയ്യിലും പട്ടിയിട്ടാ. അപ്പോൾ നമ്മള് ചെകുവരയുടെ പടം, സ്പെഷ്യൽ പടം. ഒരു കലാകാരന്റെ ഭാവനയില് നിന്ന് ഉയർന്നു വന്ന പൂമരം. പടത്തിന്റെ പ്രത്യേകത നീ ശ്രദ്ധിച്ചാ, നമ്മള് ദൂരത്ത് കാണുമ്പോ ഈ മുഖം മാത്രമേ നമ്മൾ കാണും. പക്ഷെ അടുത്തെത്തുമ്പോ അതിന്റെ ബാക്കിലുള്ള തൊപ്പിയും പിന്നെ അതേപോലെ മുടിയൊക്കെ ശരിക്കും കാണും. ഡ്രാഗന്റെ ഒക്കെ പോലെ ഡ്രാഗണൊക്കെ പോണ പോലെ തോന്നുന്നുണ്ട് അല്ലേ അതിന്റെ കൺസെപ്റ്റില്ലേ? എന്തായാലും കോർപ്പറേഷന്റെ പരിപാടിയാടാ. കോർപ്പറേഷൻ ചെയ്ത് വെച്ചൊരു സംഭവമാണ്. എന്തായാലും ചെകുവരയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് മുമ്പ് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടാ. അത് നമ്മളെ ശരിക്കും കോരി ധരിപ്പിക്കൂട്ടാ. പിള്ളേർ കളിക്കണു, പട്ടിക്കുട്ടികൾ ഓടണു. നൂറു പൂക്കളായി പൊലിക്കവേ. ശരിക്കും പറഞ്ഞാൽ ചില പാട്ടുകൾ നമ്മൾ പാടി പാടി നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വായയിൽ വന്ന് പൂട്ടാ. അത് ഒരു സംഭവമാണ്. ചില പാട്ടുകളുള്ളൂടാ. ചില പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായയിൽ വരും. പിന്നെ വേറൊരു പാട്ട് വരുമ്പോൾ ആ പാട്ടാവൂട്ടാ. നമ്മളിതാ ചെകുവരയുടെ വീടൊക്കെ തപ്പി നടക്കാട്ടാ. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് റൊസാരിയൻ തെരുവുകളിൽ വീട് തണ്ടുമ്പോൾ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇടാ. നല്ല ഒത്തന്റിക്ക് യൂറോപ്യൻ കളത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് നമുക്ക് ചെകുവരയുടെ വീട്ടിലേക്ക് എത്തണം കേട്ടാ. വേറൊരു വലിയ സ്ട്രീറ്റ് ഉണ്ടല്ലോ. അങ്ങനെ നടന്നത് നമ്മളിത് ചെകുവരയുടെ വീട്ടിലേക്ക് എത്തിവിട്ടാ. കാസ നറ്റാൽ ചെകുവരേ. ചെകുവരയുടെ ഏകദേശം അടുത്തെത്താറുണ്ട്. ബോർഡുകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടാ. കാസ നറ്റ് ചെകുവരേ. അല്ല ഓ അപ്പൊ ചുവർച്ചിത്രം വന്നു. ചുവർച്ചിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുവർച്ചിത്രം തന്നെയാട്ടാ. എന്റെ പൊന്നോ, ഒരു ഭീകരൻ പൂച്ച. ആ വീടെത്താറായി ചെകുവര. ടീം ട്രാവലേഴ്സ് എത്തുന്നുട്ടാ. അങ്ങനെ നമ്മള് ചെകുവരയുടെ വീടിന്റെ മുമ്പിലെത്തിരിക്കട്ടാ. കാണ് മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ നോക്ക് എന്ന് പറഞ്ഞ പോലെ, ലാറാം നമ്പരാല് പറഞ്ഞ പോലെ നോക്ക് കേട്ടാ. ഇതാണ് ചെകുവരയുടെ വീട്. ഈ വീട്ടില് 2ാം നിലയില് 3ാമത്തെ വീടെന്ന് പറഞ്ഞ ഈ വീടാന്ന് തോന്നല്ലോ അവനെ ഇവിടുത്തെ കടക്കാരാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞ. അപ്പോ കാസെ ഇതിൽ ഈ ഡോറിൽ കൂടി ഈശോ കണ്ണു പോയിട്ടാ.
ഈ ഡോറിൽ കൂടിയാണ് നമുക്ക് ചെഗുവേരയുടെ വീട്ടിലേക്ക് പോകണ്ടേടാ. പക്ഷേ ഈ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റില്ല. അകലെ നിന്ന് കാണാടാ. ഈ മൂന്നാമത്തെ റൂമാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടിയും കൺഫർമേഷൻ ആക്കാടാ. ഈ കടയിൽ നിന്ന് ചോദിച്ചാടാ ഏത് റൂം കൺഫേം ആക്കാം. തരാന്നേടാ. ഈ കാണാട്ടാ, ഈ കാണാൻ രണ്ട് ഇതുണ്ടാ. ഈ ഒരു ഫ്ലാറ്റാണ് അവിടെ നിന്ന് അങ്ങോട്ട് 2 ഫ്ലാറ്റാണ് ചെഗുവേരയുടെ വീടാ. അതല്ലട്ടാ നമ്മള് പറഞ്ഞ 3 AC-ലല്ല, ഈ 2 അപ്പൊ ഇത് മെയിൻ ഡോറ്. അപ്പൊ ഈ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു ചെഗുവേര താമസിക്കുന്നത്. അർജന്റീനയില് ജനിച്ചത് ഇവിടെയാണ്. പക്ഷെ ജനിച്ചിട്ട് പുള്ളിക്കാരൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. എനിക്കാണ് വേറെ എവിടേക്കൊക്കെ വീടുള്ളത്. വേറെ കോർദോബ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റില് ആൾട്ടഗ്രാസിയ എന്ന് പറഞ്ഞ ഒരു സിറ്റിക്കകത്ത് ഇവിടുന്ന് നേരെ പോയത് അങ്ങോട്ടേക്കാണ്. പിന്നെ അവിടെ 3-4 വീട് വേറെ ഉണ്ട്. അവിടത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ സോളോ പസേയില് നമ്മള് ചെക്കാൻ ഒരു വീഡിയോ ഉണ്ട് ചെഗുവേരയുടെ. അത് നിങ്ങൾ പോയി കാണണം. ലിങ്ക് കൊടുക്കാം. ചിലപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ വീഡിയോക്ക് മുമ്പായിരിക്കും. എന്തായാലും ലഭ്യമാണ്. സാരീസ് നമ്മൾ ഇനി കപ്പിത്താനും കൊണ്ട് ഓവർലാൻഡിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് കവർ ചെയ്യാം. നിങ്ങൾ ചെക്കനെ സപ്പോർട്ട് ചെയ്യണം. ചെക്കൻ്റെ ചാനലിൽ അർജന്റീനയിലത്തെ മായ കാഴ്ചകൾ, കാണാൻ കാഴ്ചകൾ ചെക്കൻ്റെ ചാനലുണ്ടാവും. തീർച്ചയായും. ചെഗുവേരയുടെ വീടിന് മുമ്പിൽ നിന്ന് ടീം ട്രാവലിസ്റ്റാ. ചെഗുവേരയുടെ വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു കേട്ടോ. ചിന്തിക്കാൻ പറ്റാത്ത കണ്ടന്റുകളാണ് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് ഹാർഡ് വർക്കിംഗ് ഉണ്ട് ഇതിന്റെ ബാക്കിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. നമ്മുടെ ഓരോ എപ്പിസോഡിനും നമ്മൾ ഒരുപാട് പണിയെടുത്തിട്ടാണ് ഇവിടെ വരെ എത്തുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി. നമ്മളിങ്ങനെ മിറാക്കിൾ സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ പ്രത്യേകം നിങ്ങൾ ഓർക്കണു. നിങ്ങൾക്ക് എന്നുള്ള സപ്പോർട്ട് ഞാനത് നമിക്കുന്നു കേട്ടോ. നിങ്ങൾ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ കമന്റ് രൂപത്തിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ടാലും, അല്ലെങ്കിൽ പൊട്ടയാണെങ്കിലും ശരി, നല്ലതാണെങ്കിലും ശരി, നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ആ ഒരു കമന്റാണ് നമുക്കുള്ളൊരു ഇൻസ്പിറേഷൻ. അപ്പോൾ നിങ്ങൾ ടി വിയിൽ കാണുന്ന ആൾക്കാരായാലും മൊബൈൽ എടുത്തിട്ട് കമന്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ട്രാവലിസ്റ്റ് ഫാമിലിയിലൊന്ന് വലുതാക്കാൻ പോവാ. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറയാം. ചിന്തിക്കാൻ പറ്റുമോ? സാധനങ്ങൾ വരുന്നുണ്ട്, അതിന്റെ പ്രിപ്പറേഷനാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. നിങ്ങൾ എപ്പോഴും കൂട്ടിണ്ടാവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ട്രാവലിസ്റ്റ വാമോസ് അർജന്റീന എന്നൊക്കെ നമുക്ക് പറയാം. ചെഗുവേര ഒന്ന് കൈ കാണിക്കോ, ഒരു ഹായ് പറയോ. നമ്മള് കേരളത്തിൽ നിന്ന് ഒരു ആരോ ടീം ട്രാവലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്ന് കൈ കാണിക്കോ. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.